എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങളൊരു ഇൻ്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യുമ്പോൾ കൈകൾ കെട്ടി ഇരിക്കാമോ? അവിടെ തന്നെ ഇൻ്റർവ്യൂ ബോർഡിലുള്ളവരെ അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? അവരുടെ മുമ്പിൽ നിങ്ങളൊരു വിൽപ്പനച്ചരക്കായി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ചെറിയ ഉത്തരമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു. ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്തെല്ലാം, ചെയ്യേണ്ടാത്തത് എന്തെല്ലാം? ഈ വീഡിയോ മുഴുവനായും കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഒന്നാമത്, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തലേദിവസം രാത്രി നല്ല ഉറക്കം നേടിയെടുക്കുക എന്നുള്ളതാണ്. വ്യായാമം ചെയ്യുന്നത് വഴി, മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി, കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകുന്നത് വഴി നാളത്തെ ഇൻ്റർവ്യൂവിനെ കുറിച്ച് നല്ല അറിവ് ഉണ്ടായതിനു ശേഷം, പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉറക്കാൻ മടിയൊന്നും ബുദ്ധിമുട്ടൊന്നും കാണുകയില്ല. നല്ലൊരു ഉറക്കം നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പയർനെസ്സിനെ വളരെ പോസിറ്റീവായി ബാധിക്കുന്നു. അതുകൊണ്ട് നല്ലപോലെ ഉറങ്ങാൻ നിങ്ങൾ തീർച്ചയായും ഓർമ്മിക്കുക. നിങ്ങളുടെ തലമുടി ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. നിങ്ങൾ എത്ര കൂടുതൽ അതിന് ടൈഡിയായി വെച്ചിരിക്കുന്നുവോ അത് നിങ്ങളുടെ നെർവസ്നെസ്സെ കാണിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയപ്പെടാറ്. അതുകൊണ്ട് നെർവസ്നെസ് കാണിക്കുവാതിരിക്കാൻ നിങ്ങൾ സാധാരണ പോലെ നിങ്ങളുടെ തലമുടി എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിലും പ്രിപ്പയർ ചെയ്യുക. അതായത് കൂടുതൽ സമയം അതിലേക്ക് കൊടുക്കരുത്, കൂടുതൽ സമയം തലമുടിയിലേക്ക് ചെലവഴിക്കരുത്, കൂടുതൽ സമയം മേക്കപ്പിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ചെലവഴിക്കരുത്. അതേസമയം ടൈഡിയായി നല്ല ഡ്രസ്സിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ തലമുടിയിൽ അധികം കളിക്കരുത് എന്നർത്ഥം. ഇൻ്റർവ്യൂ ബോർഡിൽ ഉള്ളവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുവാൻ പലപ്പോഴും നമ്മൾ അത്യാവശ്യമായി ചെയ്യേണ്ടതുണ്ട്. അതായത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, നിങ്ങൾ മറുപടി പറയുമ്പോൾ, നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ തീർച്ചയായും അവർ ഓരോരുത്തരുടെയും മുഖത്തോക്കി നോക്കി സംസാരിക്കുവാൻ ഒരു കാരണവശാലും ഒരു മടിയും കാണിക്കരുത്. അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ കാണിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അൺപ്രിപ്പയർഡായി പോകരുത്. അതായത് നിങ്ങൾ ഏത് കമ്പനിയിലേക്കാണോ ഇൻ്റർവ്യൂവിന് പോകുന്നത്, ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത്, ആ കമ്പനിയെക്കുറിച്ചും ആ പോസ്റ്റിനെക്കുറിച്ചും ആ പോസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയോടുകൂടി അറിവോടുകൂടി പ്രിപ്പയർ ചെയ്തിട്ട് വേണം ആ ഇൻ്റർവ്യൂവിന് പോകുവാൻ എന്നുള്ളതൊരു കാരണവശാലും മറക്കരുത്. നിങ്ങളെ അവരുടെ മുൻപിൽ വിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ അറിവുകൾ കാണിക്കുന്നു, നിങ്ങളുടെ കോൺഫിഡൻസ് കാണിക്കുന്നു, നിങ്ങൾ മോട്ടിവേറ്റഡ് ആണ് എന്ന് കാണിക്കുന്നു, അവരെ ഇംപ്രസ് ചെയ്യുന്നു. അതിനുശേഷം അവരുമായി വിലപേശൽ നടത്തണം. നിങ്ങൾക്ക് എത്ര സാലറി വേണം എന്നവർ ചോദിക്കുമ്പോൾ നിങ്ങളുടെ തീർച്ചയായും ഒരു അഭിപ്രായം അവരുടെ മുമ്പിൽ പറഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അവരുമായി വിലപേശൽ നടത്തണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായി വിലപേശൽ നടത്തണം. കാരണം വിലപേശൽ നടത്തുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് അവർക്ക് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവർ നിങ്ങൾക്ക് വാല്യൂ കൽപ്പിക്കുകയും ചെയ്യും. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി എപ്പോഴും കാണണം. 4-5 ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തവർ പൊതുവെ കാണാറുള്ളത് ഇതെല്ലാം എന്ത് സംഭവം എന്ന് കാണാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ വളരെ ഭംഗിയായി, കാഷ്വൽ അല്ലാതെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നല്ലൊരു ഡ്രസ് സെൻസ് വേണം. നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുക, ടൈഡിയായി നീറ്റായി ഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമാണ്. അതിലൊരു കാരണവശാലും മടി കാണിക്കരുത്. ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അതിനു മുമ്പും റിലാക്സ് ചെയ്യുവാൻ ഒരു കാരണവശാലും മറക്കരുത്. റിലാക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ ഇത് നടപ്പിലാക്കാവുന്ന കാര്യമല്ല എന്ന് എനിക്കും അറിയാം. പക്ഷെ നിങ്ങൾ കൃത്യമായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അറിവ് കറക്റ്റ് ആണെങ്കിൽ, ആ കമ്പനിയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ധാരണയും നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഇൻ്റർവ്യൂവിനെ കുറിച്ചും നിങ്ങളുടെ പോസ്റ്റിനെ കുറിച്ചും നിങ്ങളവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം കൃത്യമായ ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. കൂടാതെ ആ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഓഫീസിന് പുറത്തിരിക്കുമ്പോഴും ഡീപ് ബ്രീത്ത് ചെയ്യുകയും അവിടെയുള്ള ആളുകളോട് സംസാരിക്കാൻ ശ്രമിക്കുകയും മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയും പാട്ട് കേൾക്കുകയും എല്ലാം ചെയ്താൽ നിങ്ങൾ റിലാക്സ് ആവും. റിലാക്സ് ചെയ്ത് ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിലേക്ക് പോകുന്നതാണ് എപ്പോഴും ഉചിതം. അവിടെ പോയതിന് ശേഷവും ഡീപ് ബ്രീത്ത് എടുക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ല.
അവരും അത് അംഗീകരിക്കും. ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ കാണിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കോൺഫിഡൻസ് കാണിക്കുവാൻ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക, ചെസ്റ്റ് ഒന്ന് വിരിച്ചിരിക്കുക എന്നാണ് പുരുഷന്മാർക്ക് പറയുക. സ്ത്രീകൾക്ക് അതിനനുസരിച്ചിരിക്കാം, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ തല നിവർന്നിരിക്കണം, നട്ടെല്ലാം നിവർന്നിരിക്കണം എന്നുള്ളത് വളരെയധികം പ്രധാനമാണ്. സ്ട്രൈറ്റ്, സെറ്റ് സ്ട്രൈറ്റ്. ഐ കോണ്ടാക്ട്, അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കണം എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷെ തുടർച്ചയായി തുറച്ചു നോക്കുന്നത് തെറ്റാണ്. അപ്പോൾ തുറച്ചു നോക്കാത്ത രീതിയിൽ അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നതും മറുപടി പറയുന്നതും ഓരോരുത്തരുടെ കണ്ണുകളിലേക്ക് മാറി മാറി നോക്കുന്നതും നല്ലതാണ്. പക്ഷെ ഒരു കാരണവശാലും തുറച്ചു നോക്കരുത്. ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു മടിയും കാണിക്കരുത്. കാരണം അവർ ചോദിച്ച ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ഉണ്ടാവാം. അവർ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ഉണ്ടാവാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടി നിങ്ങൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവാം. ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. അവരോട് ചോദ്യങ്ങൾ ചോദിക്കണം. അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മറുപടി പറയാൻ തുടങ്ങിയാൽ മതി. അത് മാത്രമല്ല, മറ്റ് വിഷയങ്ങളിലും പോസ്റ്റിംഗ് ഉണ്ടെങ്കിൽ എവിടെ ഉണ്ടാവും, എന്തായിരിക്കും സർക്കംസ്റ്റാൻസസ്, എന്തായിരിക്കും എൻവയോൺമെന്റ് എന്നുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾ വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണ്. ധൈര്യമായി ചോദ്യങ്ങൾ ചോദിക്കുക. കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. നിങ്ങൾക്ക് അവർ ഒരു ഓഫർ തരുന്നത് വരെ സാലറിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, സാലറിയെക്കുറിച്ച് നിങ്ങൾക്ക് വില പേശാം. പക്ഷേ ആ വില പേശൽ സാലറിയെക്കുറിച്ച് അവർ മെൻഷൻ ചെയ്തതിന് ശേഷം മാത്രമേ വില പേശലാവാവൂ. അതിനു മുമ്പ് ഇന്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് ഈ സാലറിയെക്കുറിച്ച് നിങ്ങൾ ദയവ് ചെയ്ത് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലിരുന്നുകൊണ്ട് ഒരിക്കലും കള്ളം പറയരുത്. നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ, നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുകയും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ, യാഥാർത്ഥ്യമല്ലാത്ത വിഷയങ്ങൾ, എനിക്കിതൊക്കെ അറിയാം എന്നുള്ള രീതിയിൽ പലപ്പോഴും നമ്മൾ പല വച്ചുകെട്ടുകളും കൊണ്ട് നടക്കും. അത് പറയുകയും ചെയ്യും. പല കാര്യവും കള്ളമായിട്ട് പറയും. ഇതൊന്നും ചെയ്യരുത്. കാരണം പിന്നീട് അത് നിങ്ങൾക്ക് തന്നെ പ്രശ്നമായി വരും. കൂടാതെ നിങ്ങളുടെ മുഖഭാവം, നിങ്ങളുടെ കള്ളം പറഞ്ഞാൽ നിങ്ങളുടെ മുഖഭാവം മാറും. അത് മനസ്സിലാക്കാൻ ഇന്റർവ്യൂ ബോർഡുകാർക്ക് വളരെ ഭംഗിയായി സാധിക്കും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ കള്ളം പറയരുത്. യാഥാർത്ഥ്യം മാത്രം പറയുക. അത് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളിലുള്ള അവരുടെ വിശ്വാസവും അതിലൂടെ വർദ്ധിക്കും. ഇതിനുശേഷം ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫോളോ അപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നാണ് ഞാൻ പറയുക. അതായത് നിങ്ങൾ ഇമെയിലിലൂടെ അവരോട് എഴുതി ചോദിക്കണം, ഞാൻ ഇന്ന ദിവസം ഇന്റർവ്യൂവിന് വന്നിരുന്നു, അതിൻ്റെ റിസൾട്ട് എന്തായി എന്ന് എഴുതി ചോദിക്കുന്നത് പലപ്പോഴും പലർക്കും ഗുണകരമായിട്ടുണ്ട് എന്ന് മറക്കാതിരിക്കുക. ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഈ വിഷയങ്ങളെല്ലാം ഒന്ന് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാവുക. പോകുന്ന ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് തീർച്ചയായും സക്സസ് ലഭിക്കട്ടെ, ആ ജോലി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. നമസ്കാരം.